നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, എന്ത് ഫ്രീ കിട്ടിയാലും അവൻ അപ്പ് ഇൻസ്റ്റാൾ ചെയ്യും. ഇവൻ റീൽ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോ കണ്ടു. ക്യാപ് കട്ടിൻ്റെ പ്രോ വെർഷൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാം, നിങ്ങൾ ജസ്റ്റ് ഫോളോ ചെയ്യൂ, കമൻറ്റ് ക്യാപ് കട്ടെന്ന് ടൈപ്പ് ചെയ്യൂ എന്ന് പറഞ്ഞപ്പോൾ ഇവൻ എന്ത് ചെയ്ത് ടൈപ്പ് ചെയ്ത് വിട്ടു. ഇവരൊരു ടെക്സ്റ്റ് ലിങ്ക് അയച്ചു. അവൻ അതിൽ ക്ലിക്ക് ചെയ്ത് അവൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തപ്പോഴാണ് പതിവില്ലാതെ ഫോൺ ചൂടാവുന്നു. അതുകൂടാതെ ഇവൻ്റെ ഫോണ് ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള കുറച്ച് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി വന്നു തുടങ്ങി. അപ്പോൾ ഇവനെ വിളിച്ച് കാര്യം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ആ സോഫ്റ്റ്വെയർ ഒന്ന് അയക്ക്, ജസ്റ്റ് ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. നോക്കിയപ്പോഴാണ് മക്കളെ നിങ്ങൾ കാണും. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ആപ്ലിക്കേഷൻ. ഇത് ആൻഡ്രോയിഡ് ആണ്. ഇത് നമ്മളൊന്ന് അനലൈസ് ചെയ്യാൻ പോവാം. ഇത് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടാണ് കണ്ട ആൻഡ് ഷിപ്പ് ടു ദ EGNT ആൻഡ്രോയിഡ് സ്പൈ ബാങ്കർ. ഓക്കെ, ഇത് ആദ്യം ഇൻസ്റ്റാൾ ചെയ്താൽ സംഭവിക്കുന്നത് നിങ്ങളുടെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ തീരുമാനമാവും. പിന്നത്തെ സംഭവിക്കുന്നത് നിങ്ങളുടെ ഡാറ്റ തീരുമാനമാവും. ഒരു രീതിയിലുള്ളതിനെ തടുക്കാനും പറ്റില്ല. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചാൽ നമുക്ക് തന്നെ നല്ലത്. ഒന്നും ആരും ഫ്രീ ആയിട്ട് വെറുതെ തരാൻ പോകുന്നില്ല. നമുക്കൊരു സാധനം അവർ തരുമ്പോൾ അതിൻ്റെ പിറകിൽ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഈ ഇൻസ്റ്റയിലും കമൻറ്റിലൊക്കെ പോയി ലിങ്ക് അയച്ചു വരുമ്പോൾ അവിടുന്ന് വരുന്ന ലിങ്കുകൾ സെക്യൂർ ആണെന്നുള്ളത് നമ്മൾ നോക്കണം. കാരണം ഇഷ്ടംപോലെ ഫിഷിംഗ് ലിങ്ക് വരുന്നുണ്ട്. ഫിഷിംഗ് ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ ഓട്ടോമാറ്റഡ് ആയിട്ട് നമ്മൾ ലൊക്കേഷൻ അത് ഇത് തേങ്ങ എന്നൊക്കെ പറഞ്ഞൊക്കെ പോകും. പിന്നെ നമ്മൾ കൈ വെച്ചിട്ട് കാര്യമില്ല. അതിൽ വരുന്നൊരു ആപ്പും കൂടി ഇൻസ്റ്റാൾ ചെയ്ത് ഈ ആപ്പ് നമ്മുടെ ഫോണിൽ കയറി ആദ്യത്തെ ഡാറ്റയും പോയി എല്ലാം മൂഞ്ചി അവസാനം പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ അവിടുന്ന് പറയും ഞങ്ങൾ നോക്കാട്ടോ എന്ന് പറയും. അവസാനം നിങ്ങൾ എല്ലാം പോയത് നിങ്ങളുടെ ആയിരിക്കും. അപ്പം നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ലത്. ഓക്കെ.